ശരി. ശ്രീ സച്ചിൻ, എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പല കോണിൽ, അത് നഗര ഗ്രാമീണ മേഖലയിലായിക്കോട്ടെ, സ്വച്ഛ് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് മിഷൻ്റെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത്, അവരുടെ മനസ്സിലേക്ക് അത് എത്തിച്ചത്, ഈ പറഞ്ഞതുപോലെ ജനകീയമായി ഇത് അവർ ഏറ്റെടുക്കാൻ കാരണമായത്? കാരണം ഇതിനു മുൻപും പല ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ അതൊക്കെ വിഫലമായിരുന്നു. ഇതെങ്ങനെയാണ് ഇത്ര വിജയകരമായി മാറിയത്? ആ യാത്ര എങ്ങനെയാണ്? ഇതിന്റെ ഒരു നാൾ വഴി എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പേ സംസാരിച്ച നമ്മുടെ മാധ്യമപ്രവർത്തകർ പറയുകയുണ്ടായി. അപ്പൊ ഈ ഒരു ബിഹേവിയറൽ ചേഞ്ച് അതെനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും നേരിട്ട് തന്നെ ഗ്രാമങ്ങളിൽ ഈ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു മൻ കി ബാത്തിലൂടെ പല ഘട്ടങ്ങളായിട്ട് ഈ ഒരു കാര്യത്തിന്റെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതുകൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമുക്കുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ നേരിട്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു സാധിച്ചു. അത് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ്, ആ ഒരു ഐഡിയ ജനങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് വിവിധ തരത്തിലുള്ള പദ്ധതികളിലൂടെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. കാരണം ഇപ്പം 2014 ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം മേരാ യുവ ഭാരത് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഈ ഒരു സാനിറ്റൈസേഷൻ ആണെങ്കിലും സ്വച്ഛതയെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് തന്നെ ഓരോ പ്രോഗ്രാമുകളിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും നമ്മളുടെ പ്രോഗ്രാംസിലൂടെ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം വളരെ വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം മേരാ യുവ ഭാരത് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ യുവാക്കളിലാണ്. അപ്പം നമുക്കറിയാം ഏകദേശം 60% ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 35 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. ഒരു ജൻ ആന്തോളനായിട്ടാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഈ ഒരു പ്രോഗ്രാമിനെ ഏറ്റെടുത്തത്. അപ്പം ഗ്രാമ തട്ടുകളിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമ്മൾ ഡോർ ടു ഡോർ, ഹർ ഘർ, നമ്മള് ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ നടത്തുകയുണ്ടായി. ഓരോ വീടുകളിലും ചെന്ന്, എനിക്ക് മുമ്പേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ സ്ത്രീകളിലും അമ്മമാരും നേരിടുന്ന പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നോർത്തേൺ സ്റ്റേറ്റ്സിൽ ഇതിന്റെ ഒരു വ്യാപ്തി വളരെ വലുതായിരുന്നു. അപ്പം ഓരോ വീടുകളിലും നമ്മൾ മൈ ഭാരത് വോളണ്ടിയേഴ്സ് ഓരോ വീടുകളിലും ചെന്ന് ഇതിന്റെ ഒരു പ്രാധാന്യം അവരെ അറിയിച്ച് നാട്ടുകൂട്ടങ്ങളിൽ ഇത് സംസാരിച്ചു, ആ വിഷയം സംസാരിക്കുകയും അതിന്റെ പ്രാധാന്യം അവരെ അറിയിക്കുകയും എന്നിട്ട് അവരെ ഒരു ജൻ ആന്തോളനായി മാറ്റിയിട്ട് അങ്ങനെയാണ് ഈ ഒരു, സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം വളരെ വലിയൊരു വിജയമായി തീർന്നത്.